സനാതന ധർമ്മത്തിൽ ഉത്സവങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പരമാത്മാവിൻ്റെ ആനന്ദസ്വരൂപത്തെ ഉള്ളിൽ നിന്ന് തിരിച്ചറിയിക്കുന്ന ഓരോ അനുഷ്ഠാനങ്ങൾ, ഓരോ വ്രതങ്ങൾ, അതെല്ലാം ഉത്സവങ്ങളാണ്. ഉത്സവം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ ഉള്ളിലിരിക്കുന്ന ആനന്ദം പ്രകടമാകുന്ന അവസരം അല്ലെങ്കിൽ പ്രകടമാകുന്നത് എന്നാണ് അർത്ഥം. സനാതനധർമ്മത്തിൻ്റെ അനേകം സവിശേഷതകളിൽ ഒരു സവിശേഷതയാണല്ലോ അനേക ദേവന്മാരെ പൂജിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ദേവന്മാരുടെ എല്ലാം അനുഷ്ഠാനങ്ങളായി ഉത്സവങ്ങൾ കൊണ്ടാടാറുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഓരോ അമ്പലങ്ങളിലും വർഷത്തിൽ പലതവണ ഉത്സവങ്ങൾ നടത്താറുണ്ട്. ഈ ഉത്സവങ്ങളുടെ ഒരു പരമ്പരയെ, സമ്പ്രദായത്തെ അല്ലെങ്കിൽ ഒരു പ്രാമാണികമായ പാരമ്പര്യം നമ്മൾ നോക്കുമ്പോൾ അത് വേദത്തിൽ തന്നെ തുടങ്ങിയതായിട്ട് കാണാൻ സാധിക്കും. വേദത്തിലുണ്ടായിരുന്ന അനേകം യജ്ഞങ്ങൾ അത് പലതും ഇപ്പോൾ ചെയ്ത് കാണുന്നില്ല. എന്നാൽ ചിലതൊക്കെ, ചെറിയ യജ്ഞങ്ങളൊക്കെ ഇപ്പോഴും നാട്ടിൽ നടപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആ യജ്ഞങ്ങൾ, വലിയ വലിയ യജ്ഞങ്ങളുടെ പിൻഗാമികളായിട്ടാണ് പല ഉത്സവങ്ങളും വന്നു ചേർന്നിട്ടുള്ളത്. അതിൻ്റെ ഒരു കാലികമായ പരിണാമം അല്ലെങ്കിൽ അവസരോചിതമായ മാറ്റം എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെയുള്ള ഉത്സവങ്ങൾ, വൈദികമായ ഉത്സവങ്ങൾ എന്ന് പറയുമ്പോൾ വേദത്തിലും വേദസംബന്ധികളായിട്ടുള്ള മറ്റ് ഗ്രന്ഥങ്ങളിൽ, ഇപ്പോൾ വേദത്തിൻ്റെ ഷഡംഗങ്ങൾ, അതുപോലെ തന്നെ സ്മൃതികൾ, ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ, ഇതിലൊക്കെ പറയപ്പെട്ടിട്ടുള്ള ഉത്സവങ്ങളുണ്ട്. ഈ ഉത്സവങ്ങൾ ഒരു സനാതനധർമ്മത്തെ അനുകരിക്കുന്ന ഒരാൾ, ഹിന്ദു മതത്തിൽ ജീവിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും അനുഷ്ഠിച്ചിരിക്കണം. അതിന് കാരണം ആ സമയത്ത്, ആ കാലസംബന്ധമായിട്ട്, ഋതുസംബന്ധമായിട്ടുണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ വ്യതിയാനങ്ങൾക്ക്, ആ വ്യതിയാനങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കൂടിയാണ് ഈ ഉത്സവങ്ങൾ. അത് ഉത്സവങ്ങളുടെ ഒരു ആധ്യാത്മികമായ അർത്ഥം കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതത് സമയത്ത് ശാസ്ത്രത്തിൽ വിധിച്ച പ്രകാരം ആ ഉത്സവങ്ങൾ കൊണ്ടാടിയാൽ കുറേ പ്രശ്നങ്ങൾ, മാനസികവും ശാരീരികവുമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ഈ ഉത്സവങ്ങളുടെ ഒരു വൈജ്ഞാനികമായിട്ടുള്ള രഹസ്യം. അത്തരം ഉത്സവങ്ങളിൽ ഹോളി എന്ന ഉത്സവം ഏറെയും ഉത്തരേന്ത്യയിൽ, അതുപോലെ തന്നെ ഭാരതത്തിൻ്റെ കിഴക്ക് ഭാഗത്ത്, ഇവിടെയാണ് കൂടുതലായിട്ടത് ആചരിച്ചു വരുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും നമ്മുടെ ദക്ഷിണ ഭാഗത്തൊക്കെ ഇത് വളരെ കുറവാണ്. എന്നാൽ ഈ കഴിഞ്ഞ ദശാബ്ദങ്ങളിൽ അവിടെയും ഇത് ആചരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാമാണികമായ വിശ്ലേഷണം, ഒരു പരിചയപ്പെടുത്തലാണ് ഈ വക്തവ്യത്തിലൂടെ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഹോളി എന്നും ഹോളികാ ദഹനമെന്നും ഹോളാക എന്നും വസന്തോത്സവമെന്നും ഫാൽഗുനിക എന്നുമൊക്കെ ഈ ഉത്സവത്തിന് പേരുണ്ട്. ഇത് സാധാരണ രീതിയിൽ ആചരിക്കുന്നത് ഫാൽഗുന മാസത്തിലെ പൂർണിമയ്ക്കാണ്. ഇപ്പോൾ മലയാളത്തിൽ ഇപ്പോൾ കുംഭമാസമാണ്. കുംഭമാസത്തിലെ പൂർണിമ ദിവസമാണ് ഈ ഉത്സവം കൊണ്ടാടുന്നത്. അത്
2 ദിവസത്തതാണ്. അപ്പോൾ തലേ ദിവസവും അടുത്ത ദിവസവുമായിട്ട്. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ വേദസംബന്ധമായിട്ട് പറയുന്ന രീതിയിൽ നോക്കിയാൽ പൂർവമീമാംസ എന്ന ശാസ്ത്രം, ജൈമിനി മഹർഷിയാൽ പ്രണീതമായിട്ടുള്ള പൂർവമീമാംസാ സൂത്രങ്ങൾ, അത് വൈദികമായ അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും യാഗങ്ങളെയും മറ്റുമൊക്കെ വിവരിച്ചുകൊണ്ട് സ്വസിദ്ധാന്തം സ്ഥാപിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. അങ്ങനെയുള്ള മീമാംസാ ദർശനത്തിലെ 1-ാം അധ്യായത്തിലെ 3-ാമത്തെ പാദത്തിൽ അതിൻ്റെ 8-ാമത്തെ അധികരണമായിട്ട്, വിഷയമായിട്ട് ഹോളാക അധികരണം എന്നൊരു അധികരണമുണ്ട്. അവിടെ ഇതിനെക്കുറിച്ച് ഹോളാകയുടെ സ്വഭാവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ കാഠക ഗൃഹ്യസൂത്രത്തിൽ, അത് കഠോപനിഷത്തിൻ്റെ ശാഖയാണ്. ഈ കാഠക ശാഖ കൃഷ്ണയജുർവേദത്തിൽ പെടുന്നതാണ്. അതിൽ ഈ ഉത്സവത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. ഹേമാദ്രി എന്ന നമ്മുടെ ധർമ്മശാസ്ത്ര ഗ്രന്ഥം, അതുപോലെ ധർമ്മസിന്ധു, നിർണയസിന്ധു, സ്മൃതി കൗസ്തുഭം, വർഷകൃത്യദീപകം, വർഷക്രിയാ കൗമുദി തുടങ്ങിയിട്ടുള്ള ധർമ്മ ആചാര ഗ്രന്ഥങ്ങൾ, സംസ്കൃതത്തിലെ ധർമാചാര ഗ്രന്ഥങ്ങളാണ് ഇവയൊക്കെ. ഹേമാദ്രിയൊക്കെ വളരെ പ്രസിദ്ധമാണ്. അതുപോലെ ലിംഗപുരാണം, വരാഹപുരാണം, ഭവിഷ്യോത്തര പുരാണം, പിന്നെ ഭാഗവത പുരാണം തുടങ്ങിയ പുരാണങ്ങളിലുമൊക്കെ ഈ ഹോളിക ദഹനത്തെക്കുറിച്ചും ഹോളിയെക്കുറിച്ചും വർണ്ണനയുണ്ട്. അതിൽ എടുത്തു പറയാവുന്ന ചില ഭേദങ്ങൾ, ഈ ഗ്രന്ഥങ്ങളിലൊക്കെ വന്ന ചില ഭേദങ്ങൾ ആദ്യം സൂചിപ്പിക്കാം. അതിൽ ഹോളാക എന്ന് പറയുന്ന യജ്ഞം എല്ലാവരും അനുഷ്ഠിക്കണം, എല്ലാവരാലും അനുഷ്ഠിക്കപ്പെടുന്ന ഒരു യജ്ഞമായിട്ട് സമ്പൂർണ്ണ ഭാരതത്തിൽ പ്രചലിതമായിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഭാഗമാണ് മീമാംസാ ദർശനത്തിൽ തൊട്ടു മുമ്പ് ഞാൻ പറഞ്ഞ ആ ഭാഗത്ത് വരുന്നത്. അവിടെ ഈ ഹോളാക യജ്ഞത്തെക്കുറിച്ച് ഒരു സംശയമുണ്ടാകുന്നു. അത് ഏതെങ്കിലും ദേശവിശേഷത്തിൽ, ഒരു വിശേഷ ദേശത്തിൽ ചെയ്യേണ്ടതാണോ, എല്ലാവരും ചെയ്യേണ്ടതാണോ, ഭാരതത്തിൽ എല്ലായിടത്തും ചെയ്യാവുന്നതാണോ എന്ന ചോദ്യം വരുന്നു. ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അതിന് ആ ഉത്സവം, ഹോളി എന്ന ഉത്സവം, ഹോളാകാ ദഹനം എന്ന ആ കർമ്മം ഭാരതത്തിലെ എല്ലാവർക്കും അനുഷ്ഠിക്കാമെന്ന് ജൈമിനി മഹർഷി അവിടെ സിദ്ധാന്തിക്കുന്നുണ്ട്. ആ ഭാഗമാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. കാരണം ഇങ്ങനൊരു ഉത്സവത്തിൻ്റെ ഭാഗം എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, സമൂഹത്തിലെ എല്ലാ തലത്തിലുള്ള ആൾക്കാരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, അവിടെ വർണ്ണവിവേകങ്ങളോ ജാതി വിവേകങ്ങളോ ഒന്നുമില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട്, ആബാലവൃദ്ധം ജനങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു യജ്ഞം, കൂട്ടത്തോടെ ചെയ്യുന്ന ഒരു അനുഷ്ഠാനമെന്നത് വളരെ പ്രധാനം ആയിട്ടുള്ളതാണ് ആ ദൃഷ്ടിയിൽ നമ്മൾ നോക്കുമ്പോൾ. പിന്നെ കഠോപനിഷത്തിലെ ഞാൻ പറഞ്ഞല്ലോ, കാഠക ഗൃഹ്യസൂത്രം, കഠശാഖയിൽ പെടുന്ന ആ ഗൃഹ്യസൂത്രത്തിലെ രാഗാ ഹോളാകെ എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനം, അത് സ്ത്രീകൾ ചെയ്യുന്നൊരു അനുഷ്ഠാനമാണ്, അവരുടെ ഒരു വ്രതമാണ്. അത് സൗഭാഗ്യത്തിന് വേണ്ടിയും ജീവിതത്തിൽ മറ്റ് ദോഷങ്ങൾ നിവാരണം ചെയ്യാൻ വേണ്ടിയും ഈ ഫൽഗുന മാസത്തിലെ പൂർണിമ ദിവസം ആചരിക്കുന്നതായിട്ടാണ് അവിടെ ഗൃഹ്യസൂത്രത്തിൽ പറയപ്പെട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മറ്റ് ശാസ്ത്രങ്ങളിൽ ഇപ്പോൾ കാമസൂത്രം പോലെയുള്ള നമുക്ക് സമൂഹത്തിന് മറ്റ് രീതിയിൽ ഉപയോഗപ്പെടുന്നതായിട്ടുള്ള വാസ്യായന രചിതമായ കാമസൂത്രത്തിലും ഈ ഹോളി ഒരു ക്രീഡയായിട്ട് അവിടെ പറയുന്നുണ്ട്. അവിടെ പലതരത്തിലുള്ള സാമൂഹിക ക്രീഡകളെക്കുറിച്ച് വർണ്ണിക്കുന്നുണ്ട്. 20ഓളം സാമൂഹിക ക്രീഡകളുണ്ട്. അതിൽ കളർ ചേർത്ത വെള്ളം പരസ്പരം ഒഴിച്ചുകൊണ്ടും സുഗന്ധിതമായിട്ടുള്ള ജലം ഉണ്ടാക്കി അത് പരസ്പരം എറ്റിക്കൊണ്ടുമൊക്കെ കളിക്കുന്നതും ആചരിക്കുന്നതുമായിട്ടുള്ള ഒരു സാമൂഹ്യ നൃത്തത്തെ വച്ചുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ഉത്സവത്തെക്കുറിച്ച് പറയുന്നത്. അത് ഈ ഫാൽഗുന പൂർണിമയ്ക്കാണ് ചെയ്യുന്നത്. പിന്നെ ഫാൽഗുനിക എന്ന പേരിൽ ബാലക്രീഡകളായിട്ട്, കുട്ടികളുടെ കളികളായിട്ട്, അത് ജീവിതത്തിൽ ആ കുട്ടികൾക്കുണ്ടാകുന്ന ആനന്ദം
അതുപോലെ ഐശ്വര്യത്തിനും നല്ല മഴയുണ്ടാകാനും സൗഭാഗ്യമുണ്ടാകാനും ഈ നേരത്തെ പറഞ്ഞതുപോലുള്ള രോഗാദികളെ നിവാരണം ചെയ്യാനുമൊക്കെ ആയിട്ട് കുട്ടികൾ ആചരിച്ചിരിക്കുന്നതായിട്ട്, കുട്ടികൾ കളിക്കുന്നത് തന്നെയാണ്, കുട്ടികളുടെ ഒരു കളിയായിട്ട് തന്നെ അത് ലിംഗപുരാണത്തിൽ പറയുന്നുണ്ട്. അതിലെ വചനം ഇങ്ങനെയാണ്: ഫാൽഗുനേ പൗർണിമാസീ ച സദാ ബാലവികാസിനി ജ്ഞേയാ ഫാൽഗുനികാസാച്ച ജ്ഞേയാ ലോകവിഭൂതയെ. ഇവിടെ വ്യക്തമായി തന്നെ പറയുന്നു, ഈ ഫാൽഗുനിക എന്ന് പറയുന്ന കളി, ഇത് ഫാൽഗുന പൂർണിമയ്ക്ക് ചെയ്യുന്നത് കൊണ്ടാണ് ഫാൽഗുനിക എന്ന് പറയുന്നത്. ഇപ്പോൾ കുംഭമാസത്തിൽ ആ പൂർണിമ ദിവസത്ത് നടക്കുന്നത് കൊണ്ട് ആ കളിയുടെ പ്രത്യേകത പറയുന്നത് ബാലവികാസിനി, ബാലന്മാർക്ക് വികാസമുണ്ടാക്കുന്നതാണ്. നമുക്കറിയാം പല ക്രീഡകളും, ആ ക്രീഡകളൊക്കെ ബാലന്മാരുടെ, കുട്ടികളുടെ ക്രീഡകൾ കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ യഥാർത്ഥമായിട്ടുള്ള വികാസത്തിനുള്ളതാണ്. അതുകൊണ്ട് കുട്ടികൾ കളിച്ചു വളരണമെന്നാണ്. നമ്മുടെ നാട്ടിലൊക്കെ പൂർവികരൊക്കെ പറയാറുണ്ട്, നമ്മൾ കേട്ട് വളർന്നിട്ടുണ്ട്, കുട്ടികൾ നന്നായിട്ട് കളിച്ചു വളരണം. കാരണം അവരുടെ ആ പ്രായത്തിലുള്ള ശാരീരിക മാനസിക വികാസങ്ങൾക്ക് ഏറ്റവും ഉചിതമായ വ്യായാമം അത് കളികളാണ്. അപ്പോൾ ഇന്നത്തെ കാലത്ത് കളികൾ ലോപിച്ചു പോയിരിക്കുന്നു. കാരണം കുട്ടികളെ പഠിപ്പിച്ച് സമയമില്ലാത്തത് കൊണ്ട് കളികളൊന്നുമില്ല. പക്ഷേ അത് കളികളായിട്ട് തന്നെ വേണം. മൊബൈലിൽ കളിച്ചാൽ പോരെ, ശാരീരികമായിട്ട് തന്നെ കളികൾ വേണം എന്ന് ഇപ്പോൾ ഡോക്ടർമാരും സജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കളിയുടെ രൂപത്തിൽ. പിന്നെ മറ്റൊന്ന് പറയുന്നത് ലോകവിഭൂതയെ, ലോകത്തിന് ഐശ്വര്യമുണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഈ ഫാൽഗുനി ബാലക്രീഡാരൂപത്തിലുള്ള ഈ വ്രതം. ഇതൊരു വ്രതം തന്നെയാണ്, ഒരു അനുഷ്ഠാനമാണ്. നമ്മുടെ ഇപ്പോൾ ഓണക്കാലത്തൊക്കെ നമുക്കറിയാം, ഓണക്കാലത്ത് പലതരത്തിലുള്ള കളികളുണ്ട്. ഇപ്പോൾ പുലിക്കളികൾ, അങ്ങനെയുള്ള കളികൾ, ഊഞ്ഞാലാട്ടം, അപ്പോൾ കുട്ടികൾ കളിക്കുന്നതൊക്കെ. അപ്പോൾ ആ സമയത്ത് ആ കളികൾ ആ വ്രതത്തിൻ്റെ, ആ അനുഷ്ഠാനത്തിൻ്റെ ഭാഗം കൂടിയാണ്. പിന്നെ തുടർന്ന് വരാഹപുരാണത്തിലും അതുപോലെ തന്നെ ഒരു കളിയെക്കുറിച്ച് പറയുന്നുണ്ട്. അത് ബാലക്രീഡയായിട്ട് തന്നെ കുട്ടികൾ പരസ്പരം ചൂർണം, അതായത് പൊടി, പലതരത്തിലുള്ള പൊടികളൊക്കെ ഉപയോഗിച്ച് പരസ്പരം എറിഞ്ഞുകൊണ്ടും മറ്റുമൊക്കെ കളിക്കുന്ന രീതി. അതിനെ പടവാസ വിലാസിനി എന്നൊരു പേരാണ് ആ കളിക്ക് ഈ ലിംഗപുരാണത്തിൽ, വരാഹപുരാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. ലിംഗപുരാണത്തിലെ പോലെ തന്നെ ആ കളിയാണ്. അതിനും അവിടെ പടവാസ വിലാസിനി ജ്ഞേയാസ ഫാൽഗുനി ലോകേ കാര്യ ലോകസമൃദ്ധയെ. ഈ രണ്ട് ശ്ലോകങ്ങളിലും ലോകവിഭൂതയെ എന്നും ലോകസമൃദ്ധയെ എന്നും പറഞ്ഞിരിക്കുന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണ്. കാരണം ഇത്തരം കളികളും ഇതൊക്കെ ലോകത്ത് ഒരു സമൂഹത്തിൽ, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലും അതുപോലെ നഗരങ്ങളിലുമൊക്കെ വളരുന്ന കുട്ടികളുടെ പരസ്പര ബന്ധമുണ്ടാക്കാനും സാമൂഹ്യമായ ഒരു ബന്ധം നിലനിർത്താനുമൊക്കെയാണ്. ഇപ്പോൾ സ്കൂളിൽ പോയി പഠിക്കുമ്പോൾ അങ്ങനെ ഒരു സാമൂഹ്യ ബന്ധം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ അതുപോലെ അല്ലാതെ അവിടുത്തെ സ്കൂളിലുള്ള ഒരു ഫ്രീഡവും അവിടെ ഉണ്ടാകുന്നൊരു സ്വാതന്ത്ര്യവും അല്ലാതെ പുറത്ത് കളിക്കുന്നൊരു സ്വാതന്ത്ര്യത്തിനും വ്യത്യാസമുണ്ട്. നമ്മളൊക്കെ കുട്ടിക്കാലത്ത് കളിച്ചിട്ടുള്ളതാണല്ലോ, നമുക്കറിയാം. സ്കൂളിൽ കളിക്കുന്നതും നമ്മളല്ലാതെ പോയി പുറത്ത് കളിക്കുന്നതുമായിട്ടുള്ള ഒരു വ്യത്യാസം അത് വളരെ സൂക്ഷ്മമാണ്. മനഃശാസ്ത്രമനുസരിച്ച് അതിനൊരു പ്രത്യേകതയും കൂടിയുണ്ട്. അപ്പോൾ അത്തരം കളികൾ പല തരത്തിലുള്ള ആൾക്കാർ, അപ്പോൾ അവിടെ തന്നെ കുട്ടികളൊക്കെ ഒരുമിച്ച് കളിക്കുമ്പോൾ അവിടെ ജാതിയും മറ്റൊന്നും നോക്കാറില്ല. അപ്പോൾ അവിടെ എല്ലാവരും ചേർന്ന് കളിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ കളിത്തടങ്ങളിൽ അങ്ങനെ ഒരു പ്രത്യേകിച്ചുള്ള ഭേദമൊന്നും ഓരോ ജാതിക്കാർക്ക് ഓരോ കളിത്തടമോ അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് തന്നെ സാമൂഹ്യമായൊരു ബോധം കുട്ടികളുടെ മനസ്സിൽ ഉണർത്തിക്കൊണ്ടുവരാൻ ഇത്തരം കളികൾ സഹായിക്കുമെന്നാണ് ഈ ലോകസമൃദ്ധി എന്നൊക്കെ കൊണ്ടുദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഹേമാദ്രിയിൽ വ്രതഭാഗം, ഹേമാദ്രി വലിയൊരു വിസ്തരിച്ചൊരു ഗ്രന്ഥമാണ്. അതിലെ വ്രതഭാഗത്തിലും ഭവിഷ്യോത്തര പുരാണത്തെ ഉദ്ധരിച്ചുകൊണ്ട്, ഭവിഷ്യോത്തര പുരാണത്തിലെ 132 അധ്യായത്തെ ഉദ്ധരിച്ചുകൊണ്ട് അവിടെ ഡോണ്ട എന്ന ഒരു രാക്ഷസിയുടെ കഥ പറയുന്നുണ്ട്. അപ്പോൾ ഡോണ്ട രാക്ഷസിയുടെ ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ശ്രീമദ് ഭാഗവതത്തിലൊക്കെ കാണുന്നത് പോലെ, അല്ലെങ്കിൽ സുരസയുടെ കഥ കേൾക്കുന്നത് പോലെ ഒക്കെയുള്ള ഒരു പ്രഹ്ലാദൻ്റെ കഥയിൽ വരുന്ന അവിടെ ഹോളാക്ക വരുന്നുണ്ട്.
ഹിരണ്യകശിപുവിൻ്റെ അവരുടെ സഹോദരിയായിട്ടൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആ കഥ പോലെ തന്നെ ഹോളികയുടെ കഥ പ്രഹ്ലാദ കഥയിൽ വരുന്നത് പോലെ ഡോണ്ട എന്ന് പറയുന്ന ഒരു രാക്ഷസിയുടെ കഥ പറയുന്നുണ്ട്. ആ രാക്ഷസിയെ മർദ്ദിക്കാൻ, ആ രാക്ഷസിയെ ഓടിച്ചു വിടാനാണ് ഈ ഹോളികാ ദഹനം മറ്റും ചെയ്യുന്നത്. അതിനെക്കുറിച്ച് ഹോളികാ ദഹനത്തിൻ്റെ വിധിയെക്കുറിച്ച് നമ്മൾ തുടർന്ന് പറയുന്നുണ്ട്, പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെ ബംഗാളിൽ ഇത് ഓരോ സ്ഥലത്തും കുറച്ചൊക്കെ വ്യത്യാസമുണ്ടല്ലോ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബംഗാൾ ആ ഏരിയയിൽ ഇതിനെ ദോളയാത്ര എന്ന് പറഞ്ഞ ഒരു യാത്രയായിട്ടാണ് കണക്കാക്കുന്നത്. ദോളയാത്ര എന്ന് പറയുന്ന ഒരു ഉത്സവം, അത് ശൂലപാണി എന്ന് പറയുന്ന വലിയൊരു ആചാര്യനുണ്ടായിരുന്നു. അദ്ദേഹം ദോളയാത്രാ വിവേകം എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. ആ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ച രീതിയിലാണ് ബംഗാളിലെ ഈ ദോളയാത്ര നടത്തുക. ഇപ്പോൾ ദോളയാത്ര ഇപ്പോഴും നടക്കുന്ന ഒരു ഉത്സവമാണ്. അത് ഈ ഫാൽഗുനി പൂർണിമ ഹോളി ദിവസമാണ് നടക്കുക. അന്ന് തന്നെ വൃന്ദാവനത്തിൽ വളരെ വിശേഷമാണ് ഹോളി. അവിടെ ഹോളി ഒരാഴ്ച തന്നെ ഹോളി കൊണ്ടാടുന്നുണ്ട്. അപ്പോൾ അവിടെ പലതരത്തിലുള്ള കളികളും പഴയ വ്രജവാസികളുടെ കളികൾ, അത്തരം അദ്ഭുതമായിട്ടുള്ള നമുക്ക് കാണേണ്ട തന്നെ ഉള്ളതായിട്ടുള്ള കുറേ കലകൾ, അവരുടേതായിട്ടുള്ള കലകൾ, വ്രജവാസികളുടെ കലകൾ, അത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് അവരിപ്പോഴും ആ കളികളൊക്കെ കൊണ്ടാടുന്നുമുണ്ട്. അപ്പോൾ ഭാരതത്തിലെ ഹോളി ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ളത്, അല്ലെങ്കിൽ അത്രയും പൂർണ്ണമായിട്ടും അതിൻ്റെ ചിട്ടയോടുകൂടിയും കൊണ്ടാടുന്നത് ഇപ്പോഴും വൃന്ദാവനത്തിലാണ്. ആ ദിവസങ്ങളിൽ അവിടെ വൃന്ദാവനത്തിൽ പ്രവേശിക്കാൻ തന്നെ സാധിക്കില്ല, അത്രയും തിരക്കായിരിക്കും അവിടെ ആൾക്കാരുടെ. അതുപോലെ എല്ലാവരും ഒരു ഉത്സവത്തിൻ്റെ നിറവിലായിരിക്കും അവിടെ കാണുക. അപ്പോൾ അത് വൃന്ദാവനത്തിൽ അങ്ങനെയാണ് ആഘോഷിക്കുക. അതുപോലെ ഇപ്പോൾ കാശിയിലൊക്കെ ആണെങ്കിൽ കാശിയുടെ അവിടുത്തെ ഒരു രീതിയിൽ, ഇങ്ങനെ ഓരോ സ്ഥലത്തും അല്പാൽപ്പം വ്യത്യാസങ്ങളുണ്ട്. ബീഹാറിലൊക്കെ ഹോളി വളരെ വലിയ ഉത്സവമാണ്. നമ്മുടെ ഓണം പോലെ തന്നെ അവരുടെ എല്ലാ രീതിയിലുള്ള കളികളും മറ്റുമൊക്കെ നടത്തുന്നതാണ് ബീഹാർ, ബംഗാൾ, ആസാം, ഈ ഏരിയയിലൊക്കെ. അങ്ങനെ ഈ ഉത്സവം നടത്തുന്നതോ അതിൻ്റെ ഒരു വർണ്ണനയെക്കുറിച്ച് പറയുമ്പോൾ അതിൽ പലതരത്തിലുള്ള കളികളുണ്ട്. അതുപോലെ ഭസ്മം തേച്ച് കുളിക്കുന്നത്, കളർ തേച്ച് കുളിക്കുന്നത്, പരസ്പരം കളർ വാരി എറിയുന്നത്. ഇപ്പോൾ ഹോളിയെക്കുറിച്ച് ലോകം അറിയുന്നത് തന്നെ ദ ഫെസ്റ്റിവൽ ഓഫ് കളേഴ്സ് എന്നാണ്. അപ്പോൾ കളറ് പലതരത്തിലുള്ള കളറിലുള്ള വെള്ളങ്ങൾ ഉണ്ടാക്കി വെള്ളങ്ങളിങ്ങനെ പരസ്പരം ചീറ്റുക, അതുപോലെ പൊടി വാരിയെറിയുക, ഇങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. അത് അന്നത്തെ ദിവസം എല്ലാവരും സ്വതന്ത്രരായിട്ടാണ് കളിക്കുക. ഇതിനെക്കുറിച്ച് വർഷകൃത്യാദീപം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ വളരെ സുന്ദരമായിട്ടത് പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന കളികളൊക്കെ തന്നെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് നൂറ്റാണ്ടുകളായിട്ടല്ലെങ്കിലും അത്രയും സമയമായിട്ട് നടത്തിക്കൊണ്ട് വരുന്നു, ഇപ്പോൾ വന്നതല്ല എന്നതിന് പ്രമാണമായിട്ടിത് പറയാം. പ്രഭാതേ വിമലേ ജാതേ ഹ്യംഗേ ഭസ്മചകാരയേത് സർവാംഗേ ച ലലാടേ ച ക്രീഡിതവ്യം പിശാചവത് സിന്ദൂരൈ കുങ്കുമൈശ്ചൈവ ധൂളിഭിർധൂസരോ ഭവേത് ഗീതം വാദ്യം ച നൃത്യം ച കുര്യാത് രഥ്യോപസർപ്പണം ബ്രാഹ്മണൈഃ ക്ഷത്രിയൈർവൈശ്യൈർ ശൂദ്രൈശ്ച അന്യൈശ്ച ജാതിഭിഃ ഏകീഭൂയ പ്രകർത്തവ്യ ക്രീഡായാ ഫൽഗുനേ സദാ. ഇത് വളരെ പ്രധാനമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ളൊരു ഭാഗമാണ്. ഇത്തരം ക്രീഡ അതായത് തലേ ദിവസം രാത്രിയിൽ ഹോളികാ ദഹനം ചെയ്യും. ആ ദഹനം ചെയ്താൽ രാവിലെ എഴിച്ച് ആ ദഹനം ചെയ്ത ഹോമകുണ്ഡത്തിലുള്ള അതിന് ചുറ്റും ഉള്ള ഭസ്മം അതെടുത്ത് ശരീരത്തിൽ തേച്ച് കുളിക്കണമെന്നാണ്. സർവാംഗേ ലലാടത്തിലും എല്ലാ സ്ഥലത്തും തേച്ച് അതിലാണ് പിന്നെ കളിക്കുന്നതും. അങ്ങനെ ചെയ്തുകൊണ്ടാണ് നൃത്തമാടുന്നത്. അത് ഒരു സ്വതന്ത്രമായിട്ടുള്ള വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെയൊക്കെ നൃത്തങ്ങൾ ചെയ്യുന്നു. അതങ്ങനെ ക്ലാസിക്കലായിട്ടുള്ള നൃത്തമൊന്നുമല്ല. അതുകൊണ്ടാണ് അതിന് പിശാചവത്ത് എന്ന് പറഞ്ഞത്. പിന്നെ സർവാംഗത്തിലും അത് തേച്ചുകൊണ്ട് സിന്ദൂരം, കുങ്കുമം, അതുപോലെ ധൂളി ഇതൊക്കെ ശരീരത്തിൽ തേച്ച് ഗീതവും വാദ്യവും നൃത്യവും ഒക്കെ ചെയ്തുകൊണ്ട്
ഇങ്ങനെ പബ്ലിക്കിൽ റോഡിൽ കൂടെയും മറ്റുമൊക്കെ ഇങ്ങനെ നൃത്തം ചെയ്തു സാമൂഹ്യമായിട്ട് നൃത്തം ചെയ്തു പോകുന്ന രീതിയാണ് അവിടെ വർണ്ണിക്കുന്നത്. അതിൽ ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രരും അതുപോലെ മറ്റു ജാതിയിൽപ്പെട്ട എല്ലാവരും ഒരുമിച്ച് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഏകീഭൂയ പ്രകർത്തവ്യ ക്രീഡ എന്ന്. അതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ളൊരു ഭാഗം. ഇത് നമ്മുടെ വൈദിക സിദ്ധാന്തമനുസരിച്ചും ഔപനിഷദ് വേദാന്തമനുസരിച്ചുമൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും പരസ്പര സ്നേഹഭാവം, അന്നത്തെ ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് പരസ്പര വിരോധങ്ങളും മുമ്പൊക്കെ വിരോധം ഉണ്ടായിരുന്നു അതൊക്കെ സോൾവ് ചെയ്ത് ആ പരസ്പരം ചേർന്ന് പോകുന്ന, എല്ലാം മറന്ന് ചേർന്ന് പോകുന്ന ഒരു അവസരം. അപ്പോൾ അതുവരെ ഉണ്ടായ എല്ലാ പ്രശ്നങ്ങളും മാറ്റി. കാരണം വസന്ത ഋതുവിലാണിത്, വസന്തോത്സവമാണ്. അപ്പോൾ വസന്ത ഋതു എന്ന് പറയുന്നത് ഋതുക്കളുടെ രീതിയിലും ഋതുരാജൻ എന്ന വസന്ത ഋതുവിനെ പറയുക. അപ്പോൾ പുതിയൊരു വർഷം തുടങ്ങുകയാണ്, പുതിയൊരു കാലം തുടങ്ങുകയാണ്. ആ കാലത്ത് കഴിഞ്ഞ കാലത്തുള്ളതെല്ലാം മറന്ന് പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ നാട്ടിൽ ഇത് ഓണക്കാലത്താണ് അത് ചെയ്യാറ്. ഓണക്കാലത്ത് എല്ലാവരും പറയുമല്ലോ ഓണമാണ്, അവിടെ അങ്ങനെ വിരോധമൊക്കെ ഉണ്ടെങ്കിൽ അത് മറന്നിട്ട് എല്ലാവരും പരസ്പരം കാണുകയും ആശ്ലേഷിക്കുകയും അവരെ പരസ്പരം ആശംസിക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഹോളി ഉത്സവത്തിൻ്റെ ആ ഒരു കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാം. അതിൻ്റെ ഒരു ആശയം, അതിൻ്റെ ഒരു തത്വം എന്ന് പറയുന്നത് അങ്ങനെ ഒരുമിച്ച് കാണുക എന്നുള്ളതാണ്. അതുപോലെ ഹോളി ഉത്സവത്തെ നവാന്ന ഇഷ്ടിയായിട്ട്, അതായത് പുതിയ അന്നം, ധാന്യം, അപ്പം നെല്ലോ ഗോതമ്പ് മറ്റ് ധാന്യങ്ങളൊക്കെ തയ്യാറാകുമ്പോൾ അതിനെ ഭഗവാന് പൂജിക്കുന്നതായിട്ടുള്ള ഉത്സവം. ഇത് നമ്മുടെ വേദത്തിലും ഉണ്ട്. നവാന്ന ഇഷ്ടി എന്ന് പറയുന്ന വേദത്തിലെ ഒരു ഇഷ്ടിയാണ്, ഒരു യാഗമാണ്. അതുപോലെ ഈ കാട്ടിൽ താമസിക്കുന്ന കാട്ടുവർഗ്ഗക്കാരല്ലെങ്കിൽ അങ്ങനെ ജീവിക്കുന്ന അവരുടെ ആ ജീവിതത്തിലും അത് കാണാം. അവരുടെ പല കാട്ടുവർഗ്ഗക്കാരുടെ ഗോത്രവർഗ്ഗക്കാരുടെയൊക്കെ ജീവിതത്തിൽ അവരുടെ ഒരു വലിയ ഉത്സവം എന്ന് പറയുന്നത് ഇത്തരം അന്നം ഉണ്ടാകുന്ന സമയത്ത് അന്നം കൊണ്ടുള്ള ഉത്സവങ്ങളാണ്. അപ്പോൾ അത് തന്നെ വേറൊരു രീതിയിൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ അങ്ങനെ തന്നെ അത് പിന്നെ പ്രചരിച്ചതായിട്ടും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അത്രയും നമുക്ക് പ്രാമാണികമായിട്ടും പറയാവുന്ന ഒരു ഉത്സവം തന്നെയാണ് ഹോളികാ ദഹനമെന്ന് പറയുന്നത്. ഇനി ഹോളികാ ഹോമത്തെക്കുറിച്ച് പറയാം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, മീമാംസാ ദർശനത്തിൽ ഹോളാക്ക എന്ന് പറയുന്ന ഒരു ഹോമത്തെക്കുറിച്ച് സൂചനയുണ്ട്. അതിൻ്റെ തന്നെ വിസ്താരമായിട്ട് ഭവിഷ്യപുരാണത്തിലും മത്സ്യപുരാണത്തിലും അതിനെക്കുറിച്ച് വിസ്തരിച്ച് വിധിപ്രകാരം ധർമ്മസിന്ധുവിലും പറയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഹോമം ചെയ്ത് അഗ്നിയെ കത്തിക്കുക. അപ്പോൾ അഗ്നി കത്തിക്കുന്നത് ശുഷ്ക കാഷ്ഠങ്ങൾ കൊണ്ട്, ഉണങ്ങിയ വിറവുകളും അതുപോലെ മറ്റ് ആ വിറവുകൾ, നല്ല രീതിയിലുള്ള വിറവുകൾ, ചൂട്ട്, അതുപോലെ ഇപ്പം നമുക്ക് തെങ്ങുണ്ടെങ്കിൽ അതിൻ്റെ കൊതുമ്പ്, ഇതൊക്കെ കൊണ്ടാണ് ഈ ഹോമകുണ്ഡം ഉണ്ടാക്കേണ്ടത്. ഇതൊരു കുണ്ഡമല്ല, ഇത് നമ്മൾ ലൗകിക അഗ്നി എന്നാണ് പറയുക. അപ്പോൾ പുറത്ത് ഒരു വരാന്തയിലോ അല്ല നമ്മുടെ മുറ്റത്തോ അല്ലെങ്കിൽ മുറ്റത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്താണെങ്കിൽ ഈശാന കോണിൻ്റെ ഭാഗത്തായിട്ട് വലിയ ഒരു റൗണ്ടിൽ നമ്മൾ ചാണകമോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് മെഴുകി അല്ലെങ്കിൽ വെള്ളം ഒഴിച്ച് അത് വൃത്തിയാക്കി അവിടെ ഒരു റൗണ്ട് പോലെ സൃഷ്ടിച്ചിട്ട് അവിടെ ഈ ഉണങ്ങിയ വിറകൊക്കെ ഇങ്ങനെ അടുക്കിയിട്ട് അതിലാണ് തീ കത്തിക്കുക. അല്ലാതെ വേണ്ടാത്ത വേസ്റ്റൊക്കെ എടുത്തിട്ട് അതിൻ്റെ മറ്റ് ചെത്ത പൊത്ത സാധനങ്ങളൊന്നുമല്ല അതിലുപയോഗിക്കേണ്ടത്. അതിൽ ശുദ്ധമായിട്ടുള്ള സാധനം ഹോമത്തിൻ്റെ രീതി തന്നെയാണ് ചെയ്യേണ്ടത്. പലപ്പോഴും ഇവിടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത്, കാരണം ഇപ്പോൾ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് ആ പ്രശ്നമില്ല. പക്ഷേ ഇവിടെയൊക്കെ പലപ്പോഴും അതൊന്നും ആൾക്കാർ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ കാടും പടപ്പും ഒക്കെ കത്തിക്കുന്ന സാധനങ്ങളൊക്കെ അതിലേക്ക് വലിച്ചെറിയാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. ഇവിടെ കൃത്യമായിട്ടും ഉണങ്ങിയ വിറക് മറ്റുമൊക്കെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അതെല്ലാം കൂട്ടി അഗ്നി കത്തിച്ച്, ആ അഗ്നി കത്തിക്കുമ്പോൾ അതിന് പറയേണ്ട മന്ത്രങ്ങളൊക്കെ, വൈദിക മന്ത്രങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ മന്ത്രങ്ങളൊക്കെ പറഞ്ഞ് അഗ്നി ഇങ്ങനെ വളരെ ഉജ്ജ്വലമായിട്ട് ആളി ഇങ്ങനെ കത്തുന്ന സമയത്ത് ആ അഗ്നിക്ക് ചുറ്റും പരിവാരത്തിലുള്ള കുടുംബത്തിലുള്ള എല്ലാവരും ചേർന്ന്, അല്ലെങ്കിൽ സുഹൃത്തുക്കളും ആ ഗ്രാമത്തിലുള്ള എല്ലാവരും ചേർന്ന് ആ അഗ്നിക്ക് ചുറ്റും 3 വട്ടം ഇങ്ങനെ പാടിയും ചിരിച്ചും കളിച്ചും ഇങ്ങനെ
പരിക്രമം ചെയ്യുക. ഇതൊരു പരിക്രമം എന്ന് പറയുന്നത് ഗായന്തു ഹസന്തുച ത്രിഹി പരിക്രമ്യ ഗായന്തു ഹസന്തുച എന്ന് തന്നെയാണ് പറയുന്നിരിക്കുന്നത്. അപ്പോൾ ഗതാസാ രാക്ഷസീനാശം തേനച്ച ഉഗ്രേണ കർമ്മണ, ഈ ഉഗ്രകർമ്മം കൊണ്ട് ഹോളിക ആയിട്ടുള്ള ആ രാക്ഷസി എന്ന് പറയുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്നവർ, പ്രശ്നം ഉണ്ടാക്കുന്നവരെന്നാണ്. അപ്പോൾ ഇത് പല രോഗങ്ങൾക്കും കാരണമാകുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു ക്രിയയായിട്ട് നടത്തുന്നതെന്നും വിജ്ഞാനം പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കർമ്മത്തിൽ ആ സമയത്ത് ഇങ്ങനെ തീ കത്തിക്കുന്നത് കൊണ്ട് അനേകം രോഗാണുക്കൾ, ഇപ്പോൾ ബാക്ടീരിയ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രോഗാണുക്കളൊക്കെ നശിക്കാനുള്ള സാധ്യതയുണ്ട്. ആ അന്തരീക്ഷത്തിനൊരു മാറ്റമുണ്ട്. അപ്പോൾ തീക്ക് പലതും ശുദ്ധീകരിക്കാനുള്ള കഴിവുണ്ട്. അതനുസരിച്ചും കൂടി ആയിരിക്കണം ഇങ്ങനൊരു വലിയൊരു ക്രിയ. അത് വലിയ ആളി കത്തുന്ന തീയാണ് ഉണ്ടാക്കുക. അപ്പോൾ ഹോളിയുടെ സമയത്ത് ഇപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ആരെങ്കിലുമൊക്കെ വന്നിട്ടുള്ളവരുണ്ടെങ്കിൽ, അവിടെങ്കിൽ അറിയുന്നവരുണ്ടെങ്കിൽ അറിയാം, ഓരോ സ്ഥലത്തും ഇതിങ്ങനെ കൂട്ടിയിട്ട് റോഡിൻ്റെ നടുവിലൊക്കെ ആയിരിക്കും ഇത് ചെയ്യുക ചിലപ്പോൾ. കാരണം പല നഗരങ്ങളിലുമൊക്കെ അങ്ങനെ സ്ഥലം ഉണ്ടാവില്ലല്ലോ ഇത്രയും വലിയ തീ കൂട്ടാനായിട്ട്. അപ്പോൾ അവിടെയൊക്കെ അങ്ങനെ തീ കൂട്ടിയിട്ട് എല്ലാവരും നാല് ചുറ്റും നൃത്തമാടിക്കൊണ്ട് ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് ഹോളികയെ ഓട്ടിച്ചു വിടുന്ന രീതിയിൽ. അപ്പോൾ അതിന് അവസാനം പറഞ്ഞിരിക്കുന്നത് അവിടെ ഭവിഷ്യപുരാണം അനുസരിച്ച് സർവദുഷ്ടാപഹോ ഹോമഃ സർവരോഗോപശാന്തിതഃ എന്ന് പറയുന്നുണ്ട്. എല്ലാ രോഗങ്ങൾക്കും ശാന്തി ഉണ്ടാക്കുന്നതാണ്, സർവദോഷങ്ങളെയും ഹനിക്കുന്നതായിട്ടുള്ള ഹോമമാണ് ഇത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത്രയും പ്രാധാന്യം ആ ഹോമത്തിന് പറയപ്പെട്ടിട്ടുണ്ട്. അത് ശാസ്ത്രീയമായിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി ഈ ഹോളാക ദഹന സമയത്ത് കാറ്റിൻ്റെ ദിശ അനുസരിച്ച്, ഇപ്പോൾ ജ്യോതിഷപ്രകാരമൊക്കെ ഉള്ള നോക്കുമ്പോഴും അന്തരീക്ഷത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോഴും ഒക്കെ കാറ്റിൻ്റെ ദിശ അനുസരിച്ച് ഫലഭേദവും പറയപ്പെട്ടിട്ടുണ്ട്. അതായത് അത്രയും ശ്രദ്ധയോടുകൂടി ഈ കാര്യം ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ഫലം പ്രതിപാദിച്ചിരിക്കുന്നത്. അപ്പോൾ പൂർവം വായോ ഹോളികായാം പ്രജാ ഭൂപാലയോ സുഖം പലായനം ദുർഭിക്ഷം ദക്ഷിണേ ജായതേ ധ്രുവം പശ്ചിമേ തൃണസമ്പത്തിരുത്തരേ ധാന്യസംഭവ യദീശാനേപ്യനാവൃഷ്ടിരൂർധ്വം രാജാ സമാശ്രയേത്. അപ്പോൾ ഈ ക്രിയ നേരത്തെ പറഞ്ഞതുപോലെ ഇത് രാജാക്കന്മാരുടെ ഒരു അനുഷ്ഠാനം, ഒരു ആചാരം കൂടിയായിരുന്നു. കാരണം രാജാക്കന്മാരാണല്ലോ സമൂഹത്തിലെ നേതൃത്വം ആയിരുന്നത്. അപ്പോൾ ആ നേതൃത്വത്തിൻ്റെ മുന്നിൽ മറ്റുള്ള പ്രജകളെല്ലാം അത് ചെയ്തിരുന്നു. അതുകൊണ്ട് രാജാക്കന്മാരും ഇത് അനുഷ്ഠിച്ച് കാണിച്ചിരുന്നു എന്ന് വേണം കരുതാനായിട്ട്. അപ്പോൾ അതിൽ പറയുന്നത് പൂർവ്വദിശയിലേക്കാണ് വായു പ്രവഹിക്കുന്നതെങ്കിൽ ആ സമയത്ത് അതിൻ്റെ ലക്ഷണമനുസരിച്ച് പ്രജകൾക്ക് സുഖവും രാജാവിന് സുഖവും ഉണ്ടാകുന്നു. ഇനി ദക്ഷിണ ദിക്കിലേക്കാണ്, തെക്കുഭാഗത്തേക്കാണ് വായുവിൻ്റെ പ്രവാഹമെങ്കിൽ അവിടെ ദുർഭിക്ഷവും പലായനവും, ആൾക്കാർ കഷ്ടപ്പാട് കൊണ്ട് നാടുവിട്ട് മറ്റുള്ള സ്ഥലത്തേക്ക് പോകാനുമൊക്കെ സാധ്യതയുണ്ട്. അതുപോലെ പശ്ചിമ ദിക്കിലാണെങ്കിൽ, പടിഞ്ഞാറ് വശത്തേക്കാണ് വായുവിൻ്റെ സഞ്ചാരമെങ്കിൽ സമ്പത്തി, തൃണസമ്പത്തി എന്ന് പറയുന്നത് വളരെ നല്ലതായിട്ടുള്ള ധാന്യങ്ങളൊക്കെ ഉണ്ടാകും, മറ്റ് സമ്പത്തികളുണ്ടാവും. ധാന്യസംഭവ, ധാന്യങ്ങളുണ്ടാവുന്നു. ഈശാനേ അനാവൃഷ്ടി, ഈശാന ദിക്കിലേക്കാണെങ്കിൽ അനാവൃഷ്ടി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, മഴയില്ലായ്മ, അല്ലെങ്കിൽ മറ്റ് അത് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുകൂടി അവിടെ പറഞ്ഞു കാണുന്നുണ്ട്. അപ്പോൾ അത്രയും ഒരു സ്പഷ്ടമായ ഇതിന് ഒരു കണക്കൊക്കെ ഉണ്ടായിരുന്നു. അത്രയും ശ്രദ്ധയോടുകൂടിയാണ് അത് അനുഷ്ഠിച്ചിരുന്നതെന്നും ഇതിൽ നിന്ന് വ്യക്തമാകുന്നു. ഇനി ഇത് സങ്കല്പത്തെക്കുറിച്ച് പറയാം. ഹോളിക ദഹനത്തിൻ്റെ കർമ്മസങ്കല്പം അതൊരു മുഖ്യമായിട്ടുള്ള ഘടകമാണ്. സകുടുംബസ്യ മമ രാക്ഷസീ പീഡാപരിഹാരാർത്ഥം ദോഷപരിഹാരാർത്ഥം ഹോളികാപൂജനമഹം കരിഷ്യേ എന്നാണ് സങ്കല്പം ചെയ്യേണ്ടത്. സകുടുംബം എൻ്റെ കുടുംബത്തിലെല്ലാവർക്കും ഈ രാക്ഷസിയുടെ ഡുണ്ട എന്ന് പറയുന്ന രാക്ഷസിയോ അല്ലെങ്കിൽ ഹോളിക എന്ന് പറയുന്ന രാക്ഷസിയുടെയോ ആ ദോഷങ്ങളൊക്കെ മാറിപ്പോകട്ടെ, മറ്റ് ദോഷങ്ങളൊന്നും ഉണ്ടാവാതിരിക്കട്ടെ, ഒരു തരത്തിലുള്ള പീഡനങ്ങൾ എന്ന് പറയുന്നതല്ല, പീഡകൾ, ദുഃഖങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ കർമ്മം അനുഷ്ഠിക്കേണ്ടത്. അസ്മാഭിർ ഭയസംത്രസ്തൈ വൃതാത്വം ഹോളികേ യതഃ
അധസ്ത്വാം പൂജയിഷ്യാമി ഭൂതേ ഭൂതിപ്രദാഭവ എന്ന് മന്ത്രം ചൊല്ലിക്കൊണ്ട് ഹോളികയെ ആവാഹിക്കണമെന്നാണ്. നമ്മളുടെ മനസ്സിലുള്ള എല്ലാ ഭയവും പോകട്ടെ, ആ ഭയങ്ങൾ മാറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് എല്ലാ ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യുന്ന ഈ കർമ്മത്തെ അനുഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹോളികാ ദേവിയെ ആവാഹിക്കുന്നു. ഹോളികായൈ നമഃ എന്ന മന്ത്രം കൊണ്ട് ഉപചാര പൂജകളൊക്കെ ചെയ്യുന്നു. അത് കഴിഞ്ഞ് തമഗ്നിം ത്രിപരിക്രമ്യ ഗായന്തു ച ഹസന്തു ച ജൽപ്പന്തു ച സ്വേച്ഛയാ ലോകാ നിശങ്കായസ്യ യന്മതം. അത് കഴിഞ്ഞ് ആ ഹോളികാ ദഹനം ചെയ്തിട്ട് ആ അഗ്നിയെ നേരത്തെ പറഞ്ഞതുപോലെ 3 തവണ പാട്ടുകൾ പാടിയും ചിരിച്ചുകൊണ്ടും പരസ്പരം ഓരോ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സംസാരിച്ചുകൊണ്ടും സാധാരണ വളരെ ഫ്രീ ആയിട്ട് ചെയ്യുന്നത് പോലെ അങ്ങനെ വളരെ ആനന്ദമായിട്ട് ആഹ്ലാദത്തോടു കൂടി ആ 3 വട്ടം ഈ അഗ്നിയുടെ പ്രദക്ഷിണം ചെയ്യണം. അങ്ങനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിക്കണം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ രാത്രിയിലെ ക്രിയകൾ കഴിഞ്ഞു. ഇത് സാധാരണ പൂർണിമയ്ക്ക് മുമ്പുള്ള രാത്രിയിൽ അതാണ് ചെയ്യുന്നത്. അത് ഇപ്പോൾ തിഥി നോക്കിയിട്ടാണത് ചെയ്യേണ്ടത്. അത് പഞ്ചാംഗത്തിലൊക്കെ സാധാരണ എഴുതാറുണ്ട് ആ ഹോളികാ ദഹനത്തിൻ്റെ തിഥി ഏതാണെന്നും. അതുപോലെ അടുത്ത ദിവസം രാത്രി ഈ ദഹനം കഴിഞ്ഞാൽ രാവിലെ ആ ഭസ്മമെടുത്ത് ശരീരത്തിൽ തേക്കുന്നു. അങ്ങനെയാണ് ആദ്യം ചെയ്തിരുന്നത്. പിന്നെ ഇപ്പോൾ അത് കളർ തേക്കലും പൊടി വിതറലും ഒക്കെ ആയി മാറി. അപ്പോൾ അങ്ങനെ ആ ഭസ്മമെടുത്ത് ആദ്യം ശരീരത്തിൽ തേച്ച് പറ്റിച്ചതിന് ശേഷം പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ നൃത്യവും ഗാനവും ഒക്കെ ചെയ്തുകൊണ്ട് നദികളിലോ കുളങ്ങളിലോ ഒക്കെ കുളിച്ച് വൃത്തിയായിരിക്കുക. അങ്ങനെയാണ് ആ കർമ്മം പൂർണ്ണമാകുക. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആഘോഷിച്ച് കാണുന്നത്. അങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നതും അതിൻ്റെ ആഘോഷ രീതിയും. ന തസ്യ ദുഷ്കൃതം കിഞ്ചിത് നാ ആധയോ ന വ്യാധയോപി ച കൃത്വാ ച അവശ്യകാര്യാണി സന്ദർഭ്യ പിതൃദേവത. അങ്ങനെ ആ ഭസ്മമാടുന്നത് കൊണ്ട് അയാളുടെ ദുഷ്കൃതങ്ങൾ, അതുവരെ ചെയ്ത ദുഷ്കൃതങ്ങളെല്ലാം പോകുമെന്നും അയാളുടെ മനസ്സ് ശുദ്ധമാകുമെന്നും ആധികളും വ്യാധികളും മാനസിക രോഗങ്ങളും ശാരീരിക രോഗങ്ങളും ഇല്ലാതാകുമെന്നും പിതൃക്കളെല്ലാം തൃപ്തരാകുമെന്നും ഒക്കെ അതിന് ഫലം കൂടി പറഞ്ഞു കാണുന്നു. അങ്ങനെ ആ ധൂളി ശരീരത്തിൽ തേക്കുന്നത് കൊണ്ടുള്ള ഭസ്മ ലേപനം ചെയ്യുന്നത് കൊണ്ടുള്ള ഫലമാണത്. തുടർന്ന് വന്ദനാ ശ്ലോകമാണ്. വന്ദിതാസി സുരേന്ദ്രേണ ബ്രഹ്മണ ശങ്കരേണ ചാതസ്ത്വാം പാഹിനോ ദേവി ഭൂതേ ഭൂതിപ്രദാഭവ. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ ശ്ലോകം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ഹോളികാദേവിയെ നമസ്കരിക്കുന്നു. നമസ്കരിച്ച് 2 വട്ടം അത് നമസ്കാരം, 3 വട്ടം നമസ്കാരം ചെയ്യുന്നു. 3 വട്ടം നമസ്കാരം ചെയ്താൽ ആ പ്രാർത്ഥനാ ഭാഗം, ഈ അനുഷ്ഠാനത്തിൻ്റെ കർമ്മഭാഗം അവസാനിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഹോളികയുടെ ഒരു പ്രത്യേകമായിട്ടുള്ള അനുഷ്ഠാനമായിട്ട് പറയുന്നത്. ഇതിൻ്റെ വിസ്തരിച്ച വിധിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഷോഡശോപചാര പൂജയൊക്കെ ഉണ്ട്. അത് ഞാൻ സംക്ഷേപത്തിൽ അങ്ങനെ പൂജ ഉണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിൽ പഞ്ചോപചാരം ഷോഡശോപചാരമൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെയൊക്കെ വിധി ഒക്കെ എല്ലാവർക്കും അറിയാം. അത് ചെയ്യുന്നവർക്ക് അതറിയാം. ആ രീതിയിലത് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ മന്ത്രങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെ കത്തിച്ച് ആ ദിവസം തീ കത്തിച്ച് അങ്ങനെ ചെയ്യാം. നമ്മുടെ നാട്ടിലൊക്കെ കാർത്തിക വിളക്ക് എന്നുള്ള ഒരു സങ്കല്പമുണ്ട്. അത് കാർത്തിക മാസത്തിൽ ചെയ്യുന്ന കാർത്തിക വിളക്ക് പൂർണിമ ദിവസം ചെയ്യുന്നതാണ്. അപ്പോൾ ആ കാർത്തിക ദിവസം ചെയ്യുന്നത് പോലെയുള്ളതാണെങ്കിലും ഇതിൽ കുറേ കൂടി ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ഉത്സവ രീതിയിലുള്ള അനുഷ്ഠാനമായിട്ടാണ് ഈ ഹോളിക ദഹനം വരുന്നത്. ഇപ്പോൾ അത് മാറിയിട്ട് ഒരുപാട് മാറി. അതിനിങ്ങനെ ഈ കാരണം ഇത്രയും ഫ്രീഡം ഉള്ളതുകൊണ്ട്, ഇത്രയും സമൂഹത്തിൽ ഇങ്ങനൊരു ക്രിയ ഇത്രയും ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ നിയമങ്ങൾ ഭംഗിക്കപ്പെടും, അതിൻ്റെ സാത്വികത നഷ്ടപ്പെടും. ഇതൊക്കെ ഉണ്ടാവും. ഇപ്പം നമ്മുടെ ഓണത്തിനൊക്കെ സംഭവിച്ചതുപോലെ, ഓണമൊക്കെ എത്രയോ സാത്വികമായൊരു വ്രതമായിരുന്നു. അതിപ്പോൾ മദ്യവും മാംസവും അല്ലെങ്കിൽ അഴിഞ്ഞാടാനും കൊണ്ടാടാനും ഒക്കെ ഉള്ള ഒരു ഒരു ഉത്സവമായിട്ട് അത് മാറിക്കഴിഞ്ഞു. അപ്പോൾ അതുപോലെ ഈ ഹോളിക്കും സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ സാത്വികമായ ഭാവം മാറിയിട്ട് ഇപ്പോൾ
എല്ലാവരും പലതരത്തിലുള്ള മദ്യങ്ങൾ ഉപയോഗിക്കുന്നു, അതുപോലെ മറ്റ് ഡ്രഗ്സുകൾ ഉപയോഗിക്കുന്നു. പിന്നെ ചെറുപ്പക്കാരൊക്കെ അന്നത്തെ ദിവസം ഫുൾ സ്വതന്ത്രമായിട്ട് എല്ലാവരും, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും അങ്ങനെയാണ് ഈ ഉത്തരേന്ത്യയിൽ ഇത് കൊണ്ടാടുക. അതുകൊണ്ടത് ലോക പ്രശസ്തമാണ്. സാമൂഹ്യമായിട്ട് നോക്കുമ്പോൾ എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്, അതിൽ ജാതി മത ഭേദങ്ങളൊന്നുമില്ലാതെ. കാരണം അങ്ങനെയുള്ള ഒരു വളരെ ഓപ്പണായിട്ടുള്ള ഉത്സവമായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ വരുന്ന ഹോളി അവസരത്തിൽ ഇതിനെക്കുറിച്ചൊരു പൂർവ്വമായിട്ടുള്ള ഒരു അറിവ്, ശാസ്ത്രീയമായിട്ടുള്ള അറിവ് പകരണമെന്നെനിക്ക് തോന്നി. കാരണം ഹോളിയുടെ കഥ സംബന്ധിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അപ്പോൾ അതിന് ഒന്ന് പ്രാമാണികമായിട്ട് എന്താണ് അതിൻ്റെ ആഘോഷം, ഇത് വൈദികമായിരുന്നോ, പിൽക്കാലത്തുണ്ടായതാണോ? പിന്നെ പല കഥകളും ആൾക്കാർ പറയുന്നുണ്ട്, അക്ബറിൻ്റെ കാലത്തുണ്ടായതാണെന്ന് കുറേ പേര് പറയുന്നുണ്ട്. അങ്ങനെ പല പല കഥകളും ഇതിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത് ശാസ്ത്രീയമായിട്ട് ഇങ്ങനെ ഒരു ക്രിയ ഉണ്ടായിരുന്നതാണ്. ഹോളാക എന്ന് പറയുന്ന മൂലയജ്ഞത്തിൽ നിന്നാണ് ഇത് മാറി മാറി ഈ പൗരാണികമായിട്ടൊക്കെ മാറി മാറി ഇന്ന് സമൂഹത്തിൽ അത് വളരെ വിശാലമായിട്ട് സ്വതന്ത്രമായിട്ട് കൊണ്ടാടുന്ന ഒരു ഉത്സവമായി തീർന്നത്. അതുകൊണ്ട് ഇതിൻ്റെ സാത്വികമായ ഭാവത്തെ അറിഞ്ഞുകൊണ്ടും ഭാവത്തോടു കൂടിയും നമ്മുടെ ദുഷ്കർമ്മങ്ങൾ ഇല്ലാതാകാൻ വേണ്ടിയിട്ടുള്ള ഭാവത്തോടു കൂടിയും അനുഷ്ഠാനം ചെയ്യണം. അല്ലാതെ അതിൽ മറ്റ് ഈ കാണിക്കുന്ന കോപ്രായങ്ങളൊന്നും പാടില്ല, അതെല്ലാം ഒഴിവാക്കാൻ ശ്രമിക്കണം എന്നുകൂടി ഒന്ന് അറിയിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഭാവം ശരിക്കും മനസ്സിലായാലാണല്ലോ നമുക്കത് ശരിയായിട്ട് അനുഷ്ഠിക്കാൻ സാധിക്കുക. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.